ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ ബർഗർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ കഫേയിലൊക്കെ കിട്ടുന്ന അതേ ടൈപ്പിൽ തന്നെ നമുക്കൊരു ചിക്കൻ ബർഗർ തയ്യാറാക്കിയെടുക്കുക വീട്ടിൽ തന്നെ. എങ്ങനെയാണ് തയ്യാറാക്കണമെന്നുള്ളത് നേരെ നമുക്ക് വീഡിയോയിൽ കാണാം. ചിക്കൻ ബർഗർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പാറ്റി ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഡീഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ബർഗറിന് വേണ്ടിയിട്ട് ചിക്കൻ പാറ്റി എങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ള വീഡിയോ തൊട്ട് മുന്നുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൊട്ട് മേലിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റെസിപ്പി കിട്ടും. അപ്പോൾ നമുക്കൊരു തവ മീഡിയം ചൂടായതിന് ശേഷം അല്പം ഓയിലോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിൽ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമ്മുടെ ചിക്കൻ പാറ്റി ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് ബർഗറിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ പാറ്റി ഇവിടെ കുക്കായിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഹാർഡാക്കരുത്. നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ബർഗറിന് വേണ്ടിയിട്ട് അല്പം ടൊമാറ്റോയും കുക്കുംബറും ഒണിയനും ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ബർഗറിന് വേണ്ടിയിട്ട് ഗ്രീൻ ലെറ്റ്യൂസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത ഒണിയൻ, ടൊമാറ്റോ, അതേപോലെ തന്നെ കുക്കുംബർ 3-4 സ്ലൈസീസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒണിയൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബർഗറിന് നല്ലൊരു ടേസ്റ്റാണ്. അല്പം സാൾട്ടും പെപ്പറും ഒന്ന് സീസൺ ചെയ്തിട്ട് രണ്ട് സൈഡും തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാവുന്ന ഒണിയൻ. ഒണിയൻ ഇതുപോലെ ഗ്രില്ല് ചെയ്തിട്ട് നമ്മൾ ബർഗറിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ബർഗർ ബന്നെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ബർഗർ ബന്ന് നമ്മൾ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. അല്പം വലുതാക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അല്പം ചെറുതായിരിക്കും. അപ്പോൾ ബർഗർ ബന്നൊക്കെ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. മേടിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഹോം മെയ്ഡൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ ബർഗർ ബന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ബർഗർ ബന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗാർലിക് സോസാണ് കേട്ടോ. അപ്പോൾ ഗാർലിക് സോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തൊട്ട് മേലിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്പിയും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ബർഗർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ബർഗർ സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഗാർലിക് സോസ് നമുക്ക് എല്ലാ ബ്രെഡിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഗാർലിക് സോസൊക്കെ ഇതേപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം തവയിലാണ് വെച്ചിറക്കണം. ബ്രെഡെല്ലാം ലൈറ്റ് ചൂടിൽ മാത്രമാണ് നമ്മൾ വെച്ചിറക്കണം കേട്ടോ. ഓവർ ചൂടായി കഴിഞ്ഞാൽ ബ്രെഡ് കരിഞ്ഞു പോവും.
നമുക്ക് ബ്രെഡിൻ്റെ ബേസിലായിട്ട് നമുക്ക് ലെറ്റ്യൂസ് എല്ലാം വെച്ച് കൊടുക്കാം. ലെറ്റ്യൂസിൻ്റെ മേലിലായിട്ട് നമുക്ക് കുക്കുംബർ സ്ലൈസും കൂടി നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുക്കുംബർ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ടൊമാറ്റോ കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോയുടെ മേലിലായിട്ട് നമ്മൾ ചിക്കൻ പാറ്റിയാണ് നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. ചിക്കൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലിലായിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്ത ഓണിയനും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് മഷ്റൂം സോസൊക്കെ ഉണ്ടെങ്കിൽ അല്പം ഒഴിച്ച് കൊടുത്താൽ നന്നായിരിക്കും. നമ്മളിവിടെ മഷ്റൂം സോസൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ടോപ്പിലായിട്ട് അല്പം മയോണൈസും കെച്ചപ്പും കൂടി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഹോട്ട് സോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഹോട്ട് സോസ് ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മഷ്റൂം സോസ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ ഒരു ടൈമിൽ ചീസ് സോസ് ഒഴിച്ച് കൊടുക്കുക. ഏത് സോസ് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. സ്ലൈസ് ചെഡാർ ചീസും കൂടി നമ്മൾ ടോപ്പിലായിട്ട് എല്ലാറ്റിൻ്റെയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഏറ്റവും ടോപ്പിൽ ബർഗർ ബന്നും കൂടി നമുക്ക് അതിൽ കവർ ചെയ്ത് വയ്ക്കാം. അതിനുശേഷം മേലിലായിട്ട് നമുക്കൊരു ടൂത്ത് പിക്കും കൂടി കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടായിട്ട് തന്നെ നമുക്ക് ബർഗർ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു അടിപൊളി ബർഗറിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ ഷെയർ ചെയ്തെടുക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.